പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ദീപക് ധർമ്മടവും ഒപ്പം കളക്ടറേറ്റിൽ ചേർന്ന നിർണായക അവലോകന യോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സുർജിത്ത് അയ്യപ്പത്തും നൽകും. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക് ധർമ്മടം, ഈ ദുരന്ത ഭൂമിയിലേക്ക് പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നതും അവിടെ ദുരന്തബാധിതരുമായി നേരിട്ട് സംസാരിക്കുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവർക്ക് നൽകുന്ന ആശ്വാസം, ആത്മവിശ്വാസം അത് ചെറുതല്ല. ദുരന്തഭൂമിയിൽ നേരിട്ട് നടക്കുന്നതും ആശുപത്രികളിൽ പോകുന്നതും ക്യാമ്പുകളിലെത്തിയവരെ കാണുന്നതുമൊക്കെ ഇന്നത്തെ ദിനത്തിൽ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ കാഴ്ചകൾ അതെങ്ങനെ ദീപക് ധർമ്മടം? റിജിത്ത്, പ്രധാനമന്ത്രി അക്ഷരാർത്ഥത്തിൽ ഒരു രക്ഷാകരം നീട്ടുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നേരത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടിയൊക്കെ വൈകിയാലും പെട്ടെന്ന് കട്ട് ഷോട്ട് ചെയ്യുകയാണ് പതിവ്, സമയം വൈകിയാൽ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഉണ്ടായത്. പ്രധാനമന്ത്രി നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ എത്തി. 2 മണിക്കൂർ അധികം വയനാട്ടിലെ ദുരന്തബാധിതർക്കൊപ്പം ചിലവഴിച്ചു എന്നുള്ളതാണ്. ഏറ്റവും അവസാനം അവലോകന യോഗം കട്ട് ചെയ്തേക്കും എന്നുള്ള പ്രചരണവും ഉണ്ടായിരുന്നു. കാരണം ഈ സന്ദർശന പരിപാടി സമയം നീണ്ടപ്പോൾ അവലോകനം കട്ട് ചെയ്തേക്കും. പക്ഷേ അവലോകനവും അരമണിക്കൂറോളം നീണ്ടു. അതിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. ആ സംസാരം തന്നെ കേരള സർക്കാർ കെ സാത്ത് ഭാരത് സർക്കാർ എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ ഭരണകൂടത്തിനൊപ്പം, കേരള സർക്കാരിനോടൊപ്പം, കേരളത്തിനൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഉണ്ടായത്. ഇത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലായാൽ അത് കേരളത്തിന് വലിയ ആശ്വാസമാവും. കാരണം ദുരന്തഭൂമിയിലെ ഏതെങ്കിലും നിലയിൽ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ട ആവശ്യം പ്രധാനമന്ത്രിക്കില്ല. കാരണം പ്രധാനമന്ത്രി എല്ലാ മേഖലയിലും ദുരന്ത മേഖലയിൽ എത്തി. ചൂരൽമലയിലെ പാലത്തിൽ മാത്രം, വേലി പാലത്തിൽ പാതിയോളം മാത്രം പോകുമെന്നായിരുന്നു SPG നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി ചൂരൽമലയും കടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് നടന്നു നീങ്ങുന്നു. ADGP MR അജിത് കുമാറിനോട് ഓരോ സ്ഥലത്തെയും ദുരന്തത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതുകഴിഞ്ഞ് അദ്ദേഹം ബേലി പാലം കടന്ന് ആദ്യം നീങ്ങിയത് സ്കൂളിലേക്കാണ്. അതായത് സ്കൂൾ തകർന്നത് ഒരുപക്ഷെ PMO ആദ്യം തന്നെ അത് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ആ രീതിയിൽ ക്രമീകരിച്ചു. അവിടേക്ക് പോകുന്നു. അതിനുശേഷം അദ്ദേഹം നീങ്ങിയത് മേപ്പാടിയിലെ ദുരന്തങ്ങളുടെ വേദന കടിച്ചമർത്തി കഴിയുന്ന, കണ്ണീരിൽ കഴിയുന്ന ദുരിതാശ്വാസന ക്യാമ്പിലേക്കായിരുന്നു. ക്യാമ്പിലുള്ളവരോട് സംസാരിക്കുന്നു. അതിനുശേഷം നേരെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരോട് നീങ്ങുന്നു. വിദ്യാർത്ഥിനി മുതൽ, അതും ഷെഡ്യൂളിനപ്പുറത്തേക്ക് 4 പേരെ കാണാൻ തീരുമാനിച്ചത് 6 പേരെ കണ്ട് പ്രധാനമന്ത്രി നേരെ കളക്ടറേറ്റിലേക്ക് മടങ്ങുന്നു. മാത്രവുമല്ല, ആദ്യം തന്നെ ഏരിയൽ സർവേയിലൂടെ ദുരന്തത്തിൻ്റെ ആഘാതം പ്രധാനമന്ത്രി കാണുന്നു, മുഖ്യമന്ത്രി പറഞ്ഞു നൽകുന്നു. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി വിശദമായി പറഞ്ഞു നൽകുന്നു. ഇത് കഴിഞ്ഞാണ് അവലോകന യോഗത്തിലെത്തിയത്. അവലോകന യോഗവും ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. ഏറ്റവും ഒടുവിൽ ഹെലിപ്പാഡിൽ തിരിച്ചെത്തി മന്ത്രിമാരോടും അതുപോലെ തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനോടൊക്കെ സൗഹൃദം പങ്കുവെച്ചാണ് പ്രധാനമന്ത്രിയുടെ ചോപ്പർ പൊങ്ങിയത്. കണ്ണൂരിൽ പ്രധാനമന്ത്രിയുടെ ചോപ്പർ ഇറങ്ങി. പ്രധാനമന്ത്രിയുടെ വിമാനമായ എയർഫോഴ്സിൻ്റെ B777-ൽ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് തിരിച്ചു കഴിയുന്നു. ഇപ്പോൾ ഏതായാലും വയനാടിന് ആശ്വാസത്തിൻ്റെ കരമെത്തി. ഇനി അത് സർക്കാരിൻ്റെ പ്രഖ്യാപനമായി, സർക്കാരിൻ്റെ ധനസഹായമായി എപ്പോഴെത്തുമെന്ന കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. റിജിത്ത്, ശരി, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒപ്പം തന്നെ സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്തിരുന്നു. ഇന്നത്തെ ഈ അവലോകന യോഗത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ സഹായവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള കാര്യം എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ കേരളത്തിനൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അദ്ദേഹം. സാമ്പത്തികമായി നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്നുള്ള ഉറപ്പ് പ്രധാനമന്ത്രി നൽകുന്നു. ഇതിനെ കേരളം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് കേരളം ആ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നത്? സുർജിത്ത്, അവലോകന യോഗം ഏതാണ്ട് അരമണിക്കൂറോളമാണ് നീണ്ടത്. ഇതിൽ വിശദമായ രീതിയിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ, അതായത് ഇവിടെ വയനാടിനെ സംബന്ധിച്ച് വയനാടിൻ്റെ ഈ ഒരു വലിയ ദുരന്തം, ആ ദുരന്തത്തെ നേരിടാൻ ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകുക എന്നുള്ള ആവശ്യം തന്നെയാണ് പ്രധാനമായും സംസ്ഥാനത്തിനുള്ളത്. ആ സംസ്ഥാനം വിശദമായ രീതിയിൽ തന്നെ ആ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ചീഫ് സെക്രട്ടറിയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ആ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ട് സൂക്ഷ്മമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീക്ഷിച്ചു. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണമെല്ലാം തന്നെ ഏറെ ആശാവഹമായ പ്രതികരണമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ ദുരന്തത്തിൽ സംസ്ഥാനത്തിനൊപ്പമാണ് കേന്ദ്രം എന്നുള്ളതായിരുന്നു ആ പ്രഖ്യാപനം. വയനാടിന് ഒപ്പമുണ്ട് എന്നുള്ള പ്രഖ്യാപനം കൂടി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിക്കും എന്നും അവലോകന യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക തടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളത് വലിയ ഓഫറാണ്. ആ ഓഫർ ഏത് തരത്തിലാകുമെന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. എല്ലാം താൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ സാധ്യമായതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ചെയ്യും എന്നുള്ള
നിലപാട് കൂടി പ്രധാനമന്ത്രി പങ്കുവയ്ക്കുകയുണ്ടായി. സ്വാഭാവികമായും വലിയ ആശാവഹമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. രാജ്യം ദുരന്തബാധിതർക്ക് ഒപ്പമാണ് എന്നുള്ള നിലപാടാണ് പ്രധാനമന്ത്രി പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വിശദമായ മെമ്മോറാണ്ടം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിക്കണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നൽകിയ നിർദ്ദേശം. സ്വാഭാവികമായും അത്തരം നടപടിയിലേക്ക് സംസ്ഥാനം വൈകാതെ കടക്കും. ആ നടപടികളിലേക്ക് വൈകാതെ കടക്കുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നതും. ഇതിനുശേഷം മന്ത്രിമാരായ കെ രാജനും അതോടൊപ്പം OR കേളുവും നമ്മളോട് സംസാരിച്ചു. അവർ ഇതുമായി ബന്ധപ്പെട്ട് വിശദമാക്കുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായെന്നുള്ളത് തന്നെയാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ ആശാവഹമായി തന്നെ കാണുന്നു സംസ്ഥാനം. ഇനി ദീപക് ധർമ്മടം സൂചിപ്പിച്ച പോലെ ഏതാണ് ഇനി ആ പ്രഖ്യാപനമാണ് കാതോർക്കുന്നത്. ഏത് തരത്തിലുള്ള സാമ്പത്തിക പാക്കേജാണ് ഇങ്ങനെ കിടക്കുന്ന വയനാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള സാമ്പത്തിക പാക്കേജാണ് പ്രധാനമന്ത്രി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മെമ്മോറാണ്ടം നൽകിക്കഴിഞ്ഞാൽ അതിനുശേഷം അനുഭാവപൂർവമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് കളക്ടറേറ്റിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.